ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കമ്പൈലേഷൻ സ്റ്റേജസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ കമ്പൈലേഷൻ സ്റ്റേജിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പ്രീ പ്രോസസ്സർ ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? പ്രീ പ്രോസസ്സർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പൈലേഷൻ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അസംബ്ലർ, ഇങ്ങനെ ഓരോ ലെവലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രീ പ്രോസസ്സർ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നത്? ഐ ആണ് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഓരോ ഫയലും ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഹലോ വേൾഡിൽ എന്താ ഉള്ളതെന്നുള്ളത് കാണിച്ചു തരാം. വിം ഹലോ വേൾഡ്. ഓക്കെ, വിം ഹലോ വേൾഡ് ഡോട്ട് സി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫയലുകൾ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ സ്റ്റഡിയോ ഡോട്ട് എച്ച്, എസ് ടി ഡി ലിപ്പ്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 2 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ ആണ്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ വേൾഡ് പിന്നെ എന്ന് പറഞ്ഞാൽ മാക്രോ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ്? പ്രീ പ്രോസസ്സർ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഫയൽ ഡോട്ട് ഐ ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, ആ ഡോട്ട് ഐ ഫോർമാറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡർ ഫയൽസ് എക്സ്പാൻഡ് ചെയ്യും, പിന്നെ മാക്രോസ് ഒക്കെ റീപ്ലേസ് ചെയ്യും, കമന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതാ ഇവിടെ കമന്റ്സ് ഞാൻ എഴുതാം. ഓക്കെ, ഒരു കമന്റ് എഴുതാം. ഓക്കെ, കമന്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി ഇത് റൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യാൻ പോകുമ്പോൾ നമ്മളിതാ ഇതാണ് കമന്റ്സ്. ഓക്കെ, GCC. ഓക്കെ, അപ്പോൾ ഇതാ നമുക്കിതാ ഫയൽസ് എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഹലോ വേൾഡ് ഡോട്ട് സി ഉണ്ട്, ഹലോ വേൾഡ് ഡോട്ട് ഐ ഉണ്ട്, ഹലോ വേൾഡ് ഡോട്ട് ഓ ഡോട്ട് എസ്, എല്ലാ ഫയൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഹലോ വേൾഡ് ഡോട്ട് ഐ ഞാൻ ചെയ്തു തരാം. ഓക്കെ, എന്താണുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഈ കമാൻഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? എല്ലാ ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് ഒരുമിച്ചിട്ട് വേണ്ടിയിട്ട് സേവ് ടൈംസ് ടെമ്പററി -1 എന്ന് പറഞ്ഞാൽ എല്ലാ വാർണിങ്സും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫയൽ വന്നത് നമ്മുടെ ഹലോ വേൾഡ് ഡോട്ട് സി എന്ന ഫയൽ നിന്ന് ഇത് ഈ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇതിലാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്? എക്സിക്യൂട്ടബിൾ ഫോർമാറ്റ് ഫയലിന്റെ നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഐ അടിച്ചു വെക്കുക. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാൻ ഡോട്ട് ഐ ഫോർമാറ്റിലുള്ളത്. ഓക്കെ, ഇതാണ് ഫയലിന്റെ നെയിം, ഹലോ വേൾഡ് ഡോട്ട് ഐ. എന്താ ഇതിലുണ്ടായുള്ളത്? നമ്മുടെ പ്രോഗ്രാമിന്റെ മാക്രോസ് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന കമന്റ്സ് റിമൂവ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഹെഡർ ഫയൽസിന്റെ ഭാഗങ്ങളാണ്. ഏത് നമ്മുടെ സ്റ്റഡിയോ ഡോട്ട് എച്ച്, എസ് ടി ഡി ലിബ്, അപ്പം അതിന്റെ എക്സ്പെൻഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിലുള്ള ഓരോ ഫംഗ്ഷന്റെ കാരണങ്ങളാണ്. ഇനി ഡോട്ട് എസ് ഫയൽ നമ്മൾ എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. ഡോട്ട് എസ് ഫയൽ എന്തുണ്ടാവുക? ഡോട്ട് എസ് ഫയൽ ഇനി ഡോട്ട് ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോട്ട് എസ് ഫയലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഡോട്ട് ഐ ഇനി ഡോട്ട് എസ് കമ്പൈലേഷൻ സ്റ്റേജ്. ഇനി ഡോട്ട് എസിൽ എന്തുണ്ടാവും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഡോട്ട് എസ് എന്തിലായിരിക്കും? അസംബിൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഡോട്ട് എസ് നമ്മൾ ലോഗിൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് ഡോട്ട് എസ് ഫോർമാറ്റിലുള്ളത്. ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ അസംബ്ലർ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ കാണുള്ളൂ. പ്രോഗ്രാമിന്റെ മൊത്തം അസംബ്ലർ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ കാണുള്ളൂ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് അസംബ്ലർ ഇൻസ്ട്രക്ഷൻസ് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ ഡോട്ട് എസ് കഴിഞ്ഞ് ഏതുള്ളത്? ഡോട്ട് എസ് കഴിഞ്ഞ് ഡോട്ട് ഒ. ഓക്കെ, ഡോട്ട് ഒ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കോഡാണ്. അതിൽ നമുക്ക് എന്തായാലും മനസ്സിലാവില്ല. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ,
ഉണ്ട്, നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്? ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പം നമ്മളെ കമ്പൈലേഷൻ സ്റ്റേജസും എല്ലാവരും ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിൻ്റെ മെല്ലെ ഓരോ സ്റ്റെപ്പുകൾ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്.